വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മളെല്ലാവരും ഇന്ന് തയ്യാറെടുക്കുകയാണ് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടി. ഓരോ ദിവസം രാവിലെ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നമ്മളും കർത്താവിൽ നിന്ന് നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ നമ്മൾ ഇവിടെ ആയിരിക്കുന്നു. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലി ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു. നമുക്കിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നൊരു കീ സ്പോൺസർ നമുക്കുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ സ്പോൺസറിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കോട്ടയത്ത് നിന്നുള്ളൊരു വെൽവിഷറായിട്ടുള്ള സിസ്റ്ററാണ്. നമുക്ക് ഒരുമിച്ച് ഈ സിസ്റ്ററെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്ന കർത്താവെ, രണ്ടാമത്തെ മരുമകൾക്ക് ജോലി ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ നന്ദി പറയുന്ന കർത്താവെ. അപ്പോൾ തന്നെ മൂത്ത മകൻ രക്ഷിക്കപ്പെടുവാനും ആ മദ്യപാനം മാറുവാനും വിവാഹം നടക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ ലൈഫിൽ ഈ 3 കാര്യങ്ങൾ നടന്ന് വലിയൊരു വ്യത്യാസം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ രണ്ടാമത്തെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കടഭാരം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഒരു വഴി ആ മകൻ്റെ ലൈഫിൽ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മകൾക്കും മരുമകനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ, വലിയൊരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ, വലിയൊരു വ്യത്യാസം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ് ഫോർ ബ്ലെസ്സിങ് ദിസ് ഫാമിലി. അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അറിയുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സിസ്റ്ററേയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളുടെ മേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. മക്കളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. ആമേൻ. ഇതുപോലെ നിങ്ങൾക്കും എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആമേൻ. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. പാസ്റ്റർ നമ്മളോട് പുതിയൊരു സന്ദേശമായി വന്നിരിക്കുന്നു. വെൽക്കം ബാക്ക്. എല്ലാവരുടെയും ഡിവോഷണൽ ഡയറി എടുക്കുക. ദൈവകൃപയാൽ ഈ വർഷം നമുക്ക് ഇങ്ങനൊരു സാധനമുണ്ട്. ജാനുവരി 21 വെനസ്ഡേ, ബുധനാഴ്ച ദിവസം, ഫോക്കസ് വേർഡ് ഫോർഗിവ്നെസ്, ക്ഷമ, അല്ലെങ്കിൽ പാപങ്ങൾ പൊറുക്കൽ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന സ്വഭാവം. ഫോക്കസ് വേഴ്സ് നോക്കാമോ? എഫീസിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 32. ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ടു വൺ അനദർ. തമ്മിൽ മനസ്സലിവുള്ളവരും ദയുള്ളവരുമായിരിപ്പിൻ. ഞാൻ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ രീതിയിൽ ഭാഷയിൽ പറയുന്നത്, നിങ്ങൾക്ക് ഒരുപക്ഷെ സ്ക്രീനിൽ അതിൻ്റെ മലയാളം കാണാം. ഫോർഗിവിങ് ഈച്ച് അതർ. തമ്മിൽ പൊറുക്കണം, ക്ഷമിക്കണം. ജസ്റ്റ് ആസ് ഇൻ ക്രൈസ്റ്റ് ഗോഡ് forgave you. ക്രിസ്തുവേശുവിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. വാവ്, ദിസ് ഈസ് അമേസിങ്. ഡെക്ലറേഷൻ നോക്കൂ. ഐ റിലീസ് ഫോർഗിവ്നെസ് ഫ്രീലി ടുഡേ. ഞാൻ സ്വതന്ത്രമായി, സൗജന്യമായി പാപക്ഷമ റിലീസ് ചെയ്യുന്നു. പാപക്ഷമയെ കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു. ഞാൻ സ്വതന്ത്രമായി മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു. Mercy opens the way for supernatural peace. അസാധാരണമായ സമാധാനത്തിന് വേണ്ടി കരുണ ഒരു വഴി ഒരുക്കുന്നു. ഓൾറൈറ്റ്, ബൈബിൾ റീഡിംഗ് പ്ലാൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ വായിച്ച് ടിക്ക് ചെയ്യുക. ഫോർഗിവ്നെസ്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. എനിക്ക് തോന്നുന്നു മോർണിംഗ് ഗ്ലോറിയിലും അല്ലാതെയൊക്കെ ആയിട്ട് ക്ഷമയെക്കുറിച്ച് ഒത്തിരി എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര സംസാരിച്ചാലും അത് കുറവല്ല. കാരണം ഒരിക്കൽ ക്ഷമിച്ചു, നല്ല രീതിയിലേക്ക് ആയി വരുമ്പോഴാണ് അടുത്ത പ്രശ്നം. വീണ്ടും നമ്മുടെ മനസ്സിനകത്ത് അൺഫോർഗീവ്നെസ് വന്ന് അടിഞ്ഞുകൂടും. നമ്മൾ പോലും അറിയില്ല. ഒരുപക്ഷെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഇന്നർ സ്ട്രഗിൾ എന്ന് പറയുന്നത് മറ്റുള്ളവർ ക്ഷമിക്കുന്ന കാര്യത്തിലാണ്. കാരണം എല്ലാ ദിവസവും മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഹേർട്ട് കിട്ടും. ചില പറയുന്ന വാക്കുകൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ചിലരോട് അല്ലാതെ തന്നെ നമുക്ക് എന്തൊക്കെയോ തോന്നും. ചിലർ മനസ്സാ വാചാ കർമ്മണ അവരറിയാതെ നമ്മളോട് ചെയ്യുന്ന ചിലത് നമുക്ക് വളരെയധികം മുറിപ്പെടുത്തുന്നതായിരിക്കും. ചിലരുടെ ആറ്റിറ്റ്യൂഡുകൾ, ചേഷ്ടകൾ, ഗോഷ്ഠികൾ, വാക്കുകൾ, നോട്ടങ്ങൾ, ഇതൊക്കെ നമ്മളെ മുറിപ്പെടുത്താം. ചിലർ മനഃപൂർവ്വമായി നമ്മെ ചതിക്കും.
അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ ചിന്തിക്കാം. പലപ്പോഴും ഏറ്റവും ആഴമേറിയ മുറിവുകൾ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ആഴമായി നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിൽ നിന്നാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഒരു വലിയ സത്യമാണ്. എല്ലാവരും ഈ സമയത്ത് യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ ദയവായി നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പോയി ടൈപ്പ് ചെയ്തിടുക ഫോർഗീവ്നെസ്, ക്ഷമ. എഫീസ് ലേഖനം 4:32 നമ്മളിന്ന് വായിച്ചു. ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ടു വൺ അനദർ. പരസ്പരം ദയയുള്ളവരും മനസ്സിലുള്ളവരും ആയിരിപ്പിൻ. ഫോർഗിവിങ് ഈച്ച് അതർ, തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവിൻ. ജസ്റ്റ് ആസ് ഇൻ ക്രൈസ്റ്റ് ഗോഡ് ഫോർഗേവ് യു. ക്രിസ്തുയേശുവിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. ഒന്നാമത്തെ കാര്യം നമ്മൾ എഴുതേണ്ടത് ഫോർഗിവ്നെസ് ഫ്ലോസ് ഫ്രം ഗോഡ്സ് മേഴ്സി ടുവേർഡ് അസ്. നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുണയിൽ നിന്നാണ് ക്ഷമ പുറത്തേക്ക് ഒഴുകേണ്ടത്. ദൈവം നമ്മോട് കരുണ കാണിച്ചു, അതുകൊണ്ട് നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഇതാണ് ഇതിൻ്റെ ആകത്തുക, ഇതിൻ്റെ സത്ത് എന്ന് പറയുന്നത്. ഫോർഗിവ്നെസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഹൗ പീപ്പിൾ ട്രീറ്റ് അസ്. ജനങ്ങൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, ആ ആൾ ക്രൂരനാണ്, അല്ലെങ്കിൽ അയാൾ ക്ഷമിക്കാൻ യോഗ്യനല്ല, അത്രയ്ക്ക് മൃഗീയമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. സോ അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ ക്ഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതാണ് പറഞ്ഞത്, ഫോർഗിവ്നെസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഹൗ പീപ്പിൾ ട്രീറ്റ് അസ്. ആളുകൾ നമ്മളോട് എങ്ങനെ നമ്മളോട് പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നമ്മൾ ക്ഷമിക്കേണ്ടത്. അല്ലെങ്കിൽ ഈസ് ദാറ്റ് പേഴ്സൺ റിയലി ഡിസേർവ് ഫോർഗിവ്നെസ്? അയാൾ ക്ഷമിക്കാൻ യോഗ്യനാണോ? ഈസ് ഈ ബ്രൂട്ടിഷ്? വളരെ മൃഗീയനായി പെരുമാറുന്നൊരു മനുഷ്യനോട് എന്തിനാണ് ഞാൻ ക്ഷമിക്കുന്നേ? അതുകൊണ്ടാണ് പറഞ്ഞത്, അവരുടെ ക്വാളിറ്റിയിലല്ല നമ്മൾ അവരോട് ക്ഷമിക്കേണ്ടത്, ബട്ട് ഓൺ ഹൗ ക്രൈസ്റ്റ് ഹാസ് ട്രീറ്റഡ് അസ്. നമ്മോട് ക്രിസ്തു എങ്ങനെ പെരുമാറി. അവിടെ പറയുന്നത്, ക്രിസ്തുവിൽ ദൈവം നമ്മോട് ക്ഷമിച്ചു. നമ്മുടെ ഒരിക്കലും എണ്ണിക്കൂടാനാവാത്ത മഹാപാപങ്ങൾ ഉൾപ്പെടെയുള്ള സകലവും കർത്താവ് നമ്മോട് ക്ഷമിച്ചു. സോ വി ഫോർഗിവ് ബിക്കോസ് വി വർ ഫോർഗിവൺ. നമുക്ക് പാപക്ഷമ കിട്ടി. നമ്മളോട് ദൈവം ക്ഷമിച്ചതുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കുന്നത്. അതല്ലാതെ അയാൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ ക്ഷമിക്കുവാൻ യോഗ്യനാണോ എന്നുള്ളത് ഇവിടെ കണക്കാക്കുന്നില്ല. വളരെ വ്യക്തമായി പറയുന്നു, ക്രിസ്തുവിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിപ്പിൻ. അയാൾ ക്ഷമിക്കാൻ അല്ലെങ്കിൽ അവൾ ക്ഷമിക്കപ്പെടാൻ യോഗ്യനാണോ യോഗ്യയാണോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൊലോസ് ലേഖനം 3:13 നോക്കാമോ? കൊലോസിയൻസ് 3:13. Bear with each other and forgive one another. If any one of you has a grievance against someone, forgive as the Lord forgave you. Wow. Bear with each other and forgive one another. തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം എന്നാണ് അവിടെ പറയുന്നത്. തമ്മിൽ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. ആൻഡ് ഇഫ് എനി വൺ ഓഫ് യു ഹാസ് എ ഗ്രീവൻസ് അഗെയിൻസ്റ്റ് സമൺ, ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തമ്മിൽ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. ഫോർഗിവ് ആസ് ദ ലോർഡ് ഫോർഗേവ് യു. മനുഷ്യരെ ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കാനല്ല പറയുന്നത്. ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ദൈവം നിങ്ങളോട് പുറത്തതുപോലെ, ദൈവം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തന്നതുപോലെ, ദൈവം ആയിരക്കണക്കെന്ന് പറയുന്നത് കോടിക്കണക്കായ പാപങ്ങളെ നിങ്ങളിൽ നിന്നും ക്ഷമിച്ച് നീക്കം ചെയ്തതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിപ്പിൻ. ഒരാൾ ജയിലിൽ കിടക്കുക, ചങ്ങലയിൽ കിടക്കുക, ജയിൽ കഴികൾക്കുള്ളിൽ ചങ്ങലയിൽ കിടക്കുക. ഒരു സമയം വന്നപ്പോൾ അയാളെ ജയിൽ വിമുക്തനാക്കി, സ്വാതന്ത്ര്യം കിട്ടി, പുറത്തു വന്നേക്കും. ഉടൻ തന്നെ ഒരു ഇരുമ്പ് കടയിൽ പോയി കുറേയധികം ചെയിനിങ് തൂക്കി മേടിച്ചു. എത്ര നീളത്തിൽ എടുത്ത് തൂക്കി പൈസ ബില്ല് സെറ്റിൽ ചെയ്ത് മേടിച്ചു. എന്നിട്ട് കുറേയധികം ആളുകളെ പോയി ചങ്ങലയിലിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? നോർമലി ചെയ്യില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കിയ വ്യക്തിയാണെങ്കിൽ അയാൾ പോയി ചങ്ങലയിൽ കിടക്കുന്നവരെ സ്വതന്ത്രമാക്കും. ഇതുപോലെയാണ്
നമുക്ക് ഭയങ്കര ഒരു സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? നമ്മൾ ജയിലഴികൾക്കുള്ളിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെടേണ്ടവരാണ്. നമ്മുടെ മേൽ ചങ്ങല വീഴേണ്ടതാണ്. എന്നാൽ അവിടെ നമ്മളെ ബന്ധിക്കാതെ കർത്താവ് നമ്മളെ സ്വതന്ത്രമാക്കി. അങ്ങനെയെങ്കിൽ ഇനി മറ്റുള്ളവരെ ബന്ധിക്കാനല്ല പോകേണ്ടത്, പകരം മറ്റുള്ളവരെ സ്വതന്ത്രമാക്കാൻ വേണ്ടി നമ്മൾ പോകണം. നമ്പർ 2, അൺഫോർഗിവ്നെസ് ബ്ലോക്സ് സ്പിരിച്വൽ ഫ്രീഡം. ഈ മറ്റുള്ളവരോട് ഞാൻ ക്ഷമിക്കാതിരുന്നാൽ അതെൻ്റെ ആത്മീയ സ്വാതന്ത്ര്യത്തെ തടസ്സം ചെയ്യും. എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടപ്പെടും. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 14 and 15. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-15. For if you forgive other people when they sin against you, your heavenly Father will also forgive you. നിങ്ങൾ ജനങ്ങളോട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. But if you do not forgive others their sins, our Father will not forgive your sins. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ പിതാവ് നിങ്ങളോട് ക്ഷമിക്കാൻ പോകുന്നില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അൺഫോർഗിവ്നെസ് കീപ്സ് ദ ഹാർട്ട് ബൗണ്ട്, നോട്ട് ദ ഒഫൻഡർ. എൻ്റെ അകത്ത് ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെയും ഒരു ബന്ധനത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ ഹൃദയവും മനസ്സും ബന്ധിക്കപ്പെടും. അതല്ലാതെ ആരാണോ എന്നെ നോവിച്ചത്, ഉപദ്രവിച്ചത്, അയാളല്ല ബന്ധിക്കപ്പെടുന്നത്, ഞാനാണ്. ഞാനൊരു തടവറയ്ക്കുള്ളിൽ വീഴുന്നു. എബ്രായ ലേഖനം 12:15 വായിച്ചു നോക്കി. Hebrews 12:15. See to it that no one falls short of the grace of God. ആരും ദൈവകൃപ നഷ്ടമാക്കരുത്. And that no bitter root grows up to cause trouble and defile many. നിങ്ങളുടെ ഉള്ളിൽ, ആരുടെയും ഉള്ളിൽ കയ്പുള്ള വേര് മുളയ്ക്കരുത്. കയ്പുള്ള വേരെന്താണ്? ക്ഷമിക്കാത്ത അവസ്ഥ, പൊറുക്കാത്ത അവസ്ഥ. അപ്പോൾ അൺഫോർഗിവ്നെസ് ഈസ് ലൈക്ക് ഡ്രിങ്കിങ് പോയ്സൺ ആൻഡ് എക്സ്പെക്ടിങ് ദ അതർ പേഴ്സൺ ടു ഡൈ. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാളോട് ക്ഷമിക്കാതിരിക്കുവാണ്. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? അയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ വിഷം കുടിക്കുക. ഞാനാണ് നശിക്കുന്നത്, ഞാനാണ് മരിക്കുന്നത്, അയാളല്ല. ഞാനൊരു വ്യക്തിയോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിയെ കൊല്ലാൻ വേണ്ടി ഞാൻ വിഷം കുടിക്കുന്നു. ഇത് ക്ലിയർ ആയിരിക്കണം. നമ്പർ 3, forgiveness is a command, not a feeling. ഈ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അതിനൊരു വികാരമുണ്ടായി, അതിനുള്ളൊരു മൂഡുണ്ടായി, അതിനൊരു മനസ്സുണ്ടായി ഞാൻ ക്ഷമിക്കുന്നതല്ല. പകരം ഇറ്റ്സ് എ കമാൻഡ്. അതൊരു കൽപ്പനയാണ്. മൂടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ, ക്ഷമിച്ചില്ലെങ്കിൽ നിനക്ക് കേടാണ് എന്നാണ് കർത്താവ് പറയുന്നത്. മാർക്ക് 11 വേഴ്സ് നമ്പർ 25. മർക്കോസിൻ്റെ സുവിശേഷം 11:25. And when you stand praying, if you hold anything against anyone, forgive them, so that your Father in heaven may forgive you your sins. നോക്കൂ, പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ, ഇഫ് യു ഹോൾഡ് എനിത്തിങ് എഗെയിൻസ്റ്റ് എനിവൺ, ആരോടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ എന്നർത്ഥം. forgive them, അവരോട് ക്ഷമിപ്പിൻ, so that your Father in heaven may forgive you your sins. അങ്ങനെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളോട് ക്ഷമിക്കും. അതുകൊണ്ട് നേരത്തെ അങ്ങ് ക്ഷമിച്ചേക്കാൻ. Forgiveness is an act of obedience before it becomes an emotion. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശുശ്രൂഷയിൽ പലരുമായി സംസാരിക്കുമ്പോൾ, ചിലപ്പോൾ ഇന്നർ ഹീലിംഗ് മിനിസ്ട്രി നടക്കുന്ന സമയത്ത്, ചിലപ്പോൾ കൗൺസിലിംഗ് സെഷനുകളിൽ, ചിലപ്പോൾ അല്ലാതെ ഒക്കെ പലരോടും ഞാൻ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, പപ്പയോട് ക്ഷമിക്കുമോ, മമ്മിയോട് ക്ഷമിക്കുമോ, ഭാര്യയോട് ക്ഷമിക്കുമോ, എക്സ് വൈഫിനോട് ക്ഷമിക്കുമോ, എക്സ് ഹസ്ബൻഡിനോട് ക്ഷമിക്കുമോ, ജോലി സ്ഥലത്ത് നിറക്കവിട്ട അയാളോട് ക്ഷമിക്കുമോ, നിങ്ങളെ ഉപദ്രവിച്ച് അബ്യൂസ് ചെയ്ത ആളോട് ക്ഷമിക്കുമോ? അപ്പോൾ ഒത്തിരി പേരും പറയുന്ന കാര്യം, ബ്രദറെ വേറെ എന്ത് വേണേലും പറഞ്ഞു, ഇത് മാത്രം എന്നോട് പറയരുത്, ഇനിമേലിൽ പറയരുത്. ഇതിനല്ല ഞാനിവിടെ വന്നത്, എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചുകൂടെ. പക്ഷെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വരണമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്നാണല്ലോ വചനം. അതൊന്നും എനിക്കറിയേണ്ട ബ്രദറെ. അയാളോടൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മരിക്കുന്നവരെ എനിക്ക് തോന്നുന്നില്ല. നോ.
ഇങ്ങനെ പറയുന്ന ചിലർ കുറച്ച് കഴിയുമ്പോൾ ഡെലിവറൻസ് മിനിസ്ട്രിയിലേക്ക് കടക്കുമ്പോൾ ഇവർ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. പൈശാചിക ശക്തികൾ അകത്തുനിന്ന് പുറത്തേക്ക് ഇളകി വരുന്നത് കാണാം. കാരണം അതിലൂടെ പൈശാചിക ശക്തികൾ ആ വ്യക്തികൾക്കകത്ത് കയറിക്കൂടി. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക. മാത്രമല്ല, ഫോർഗീവ്നെസ് ഈസ് ആൻ ആക്ട് ഓഫ് ഒബീഡിയൻസ്. ഒരു കൽപ്പനയാണ്. നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ പൊറുക്കുക, എല്ലാവരോടും ക്ഷമിക്കുക, ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമാൻഡ്, ദൈവകൽപ്പനയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ദൈവകൽപ്പനയെ മനസ്സിലാക്കി ഞാൻ അനുസരിക്കണം. ആ അനുസരണത്തിൻ്റെ പ്രവൃത്തിയാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. അതല്ലാതെ വെറുമൊരു വികാരമല്ല. അയാളോട് ക്ഷമിക്കാൻ, അല്ലെങ്കിൽ ഇന്ന ആളോട് ക്ഷമിക്കാൻ എനിക്ക് മൂഡുണ്ടോ, ഫീലിംഗ് ഉണ്ടോ, ഹാർട്ടുണ്ടോ, മൈൻഡുണ്ടോ, ഒന്നും ദൈവം നോക്കുന്നില്ല. ക്ഷമിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ തടവറയ്ക്കുള്ളിലാകും. മാനസികമായി നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ സാധ്യമല്ല, നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല, നിങ്ങളുടെ ഉറക്കം ഭയങ്കരമായി അലോസരപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പേക്കിനാവുകൾ കാണും, നിങ്ങളുടെ ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കും, നിങ്ങളുടെ ആയുസ് കുറയും. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ലൂക്ക് 17 verse number 3 and 4. If your brother or sister sins against you, rebuke them, and if they repent, forgive them. നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ പാപം ചെയ്താൽ, നിങ്ങൾക്കെതിരെ പാപം ചെയ്താൽ ശാസിക്കണം, ആ വ്യക്തിയെ ഗുണദോഷിക്കണം, സ്വാതന്ത്ര്യമനുസരിച്ചും റിലേഷൻഷിപ്പ് നോക്കിയും. ആൻഡ് ഇഫ് ദ റിപ്പന്റ് ഫോർഗിവ് ദം, മാനസാന്തരപ്പെടുകയാണ്, ക്ഷമിക്കുക. ഈവൻ ഇഫ് ദേ സിൻ അഗെയിൻസ്റ്റ് you 7 times in a day and 7 times come back to you saying I repent, you must forgive them. ഒരാൾ നിങ്ങളോട് പാപം ചെയ്തു, 7 പ്രാവശ്യം ഒരു ദിവസം തന്നെ പാപം ചെയ്തു, പക്ഷേ അയാൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ അയാളോട് ക്ഷമിക്കണം. നമ്പർ 4, forgiveness releases healing and restoration. മറ്റുള്ളവരോട് ഞാൻ ക്ഷമിക്കുന്നതിലൂടെ എനിക്ക് രോഗസൗഖ്യവും എനിക്ക് പുനഃസ്ഥാപനവും ഉണ്ടാവും. ടൈപ്പ് ചെയ്തിരുന്നത് ഇതല്ല, ഞാൻ ഓരോ പ്രാവശ്യം പറയുന്നില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ദയവായി ടൈപ്പ് ചെയ്തിടുക. ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ എനിക്ക് രോഗസൗഖ്യവും എനിക്ക് യഥാസ്ഥാനപനവും ഉണ്ടാവും. ഗുണം എനിക്കാണ്. ഒത്തിരി പേരുടെ രോഗങ്ങൾ സൗഖ്യമാകാതിരിക്കാൻ കാരണം ഭർത്താവിനോട്, ഭാര്യയോട്, ബോയ് ഫ്രണ്ടിനോട്, ഗേൾ ഫ്രണ്ടിനോട്, വേറെ പലരോടും ക്ഷമിക്കാത്തത് കൊണ്ടാണ്. റിലീസ് അവരെ റിലീസ് ചെയ്ത് വിടുക. യാക്കോബിൻ്റെ ലേഖനം 5:16, James chapter 5 and verse number 16, therefore confess your sins to each other and pray for each other so that you may be healed. അവിടെ വ്യക്തമായി പറയും, നിങ്ങളുടെ കുറ്റങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ തമ്മിൽ ഏറ്റുപറയുക എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് ക്ഷമ ചോദിക്കുവേൻ. ആൻഡ് പ്രേ ഫോർ ഈച്ച് അതർ, തമ്മിൽ പ്രാർത്ഥിക്കുവേൻ, സോ ദാറ്റ് യു മേ ബി ഹീൽഡ്. അങ്ങനെ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. അപ്പോൾ ഹീലിങ്ങിൻ്റെ ഒരു തടസ്സം എന്താണ്? അൺഫോർഗിവ്നെസ്. മറ്റുള്ളവരോട് ക്ഷമിക്കാത്തത് കൊണ്ട് എത്ര മരുന്ന് കഴിച്ചാലും രോഗം മാറണമെന്നില്ല. പല പ്രശ്നങ്ങളിൽ രോഗങ്ങൾ കിടക്കുന്നു, അതിൽ നിന്നും മോചനമില്ല, സൗഖ്യമില്ലാത്തതിൻ്റെ ഒരു കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അൺഫോർഗീവ്നെസ്. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു വലിയ സൗഖ്യവും സമാധാനവും അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷമിക്കണം. യെശയ്യാവിൻ്റെ പുസ്തകം 1:18 ഭയങ്കരമാണ്. ഐസയ chapter 1 verse number 18, come now let's settle the matter says the Lord. കർത്താവ് പറയാം, വാ നമുക്ക് ഈ കണക്കൊന്ന് സെറ്റിൽ ചെയ്യാം, എല്ലാം ഒന്ന് കണക്ക് പറഞ്ഞു തീർക്കാം. ദോ യുവർ സിൻസ് ആർ ലൈക്ക് സ്കാർലറ്റ്, നിൻ്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പാണെങ്കിലും they shall be as white as snow, മഞ്ഞുപോലെ വെളുക്കും, ഹിമഗണങ്ങൾ പോലെ ഞാൻ വെളുപ്പിക്കും. though they are red as crimson, they shall be like wool. അത് എത്ര കടും ചുവപ്പാണെങ്കിലും എന്തു ചെയ്യും? അത് വളരെ നല്ല ഒരു
വൈറ്റ് രോമക്കുപ്പായം പോലെ അതിനെ ഞാൻ വെളുപ്പിക്കും. ദൈവം തന്നെ പറയാം, ഞാൻ നിങ്ങളുടെ സകല പാവങ്ങളെ ക്ഷമിച്ച് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു വലിയ ഹിമത്തിൻ്റെ വെണ്മ പോലെ, അല്ലെങ്കിൽ പഞ്ഞിക്കെട്ട് പോലെ, അല്ലെങ്കിൽ അതുപോലെ ഒരു വൈറ്റ് ഗാർമെൻറ്റ് പോലെ ഞാൻ വെളുപ്പിച്ച് തരാം. നിങ്ങളെ ആരുടെയെങ്കിലുമൊക്കെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ കിച്ചണിൽ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു മുറിവ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമയത്ത്, അല്ലെങ്കിൽ ബാത്റൂമിലൊന്ന് വീണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു, എവിടെയെങ്കിലും തട്ടി, കാല് മടങ്ങി, എവിടെയെങ്കിലുമൊക്കെ മുറിവുണ്ടായി. അങ്ങനെ മുറിവുണ്ടായി കഴിയുമ്പോൾ അതിനെ ക്ലീൻ ചെയ്യും, അല്ലേ? ചിലപ്പോൾ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലൊക്കെ കൊണ്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവർ ക്ലീൻ ചെയ്യും. ചിലർ ഡെറ്റോൾ, സ്പിരിറ്റൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും. ഓ മൈ ഗോഡ്! ആ വൂണ്ടിനകത്തോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള രീതിയിലുള്ള എന്തെങ്കിലും കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ, മൈ ഗോഡ്, ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. വേദനയല്ലേ? ഭയങ്കര വേദനയാണ്. ചില കുട്ടികൾ തുടിക്കില്ല, പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ ചെയ്തു വരുമ്പോൾ കാറും. ആ സമയത്ത് അത് വേദനാജനകമാണ്. ബട്ട് ഹീലിംഗ് ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി. എന്നാൽ ആ മുറിവ് ക്ലീനാക്കുമ്പോൾ തന്നെ ഹീലിംഗ് സ്റ്റാർട്ടാവും. ഫോർഗിവ്നെസ് ക്ലീൻസ് ദ സോൾ. ഇതുപോലെ തന്നെ നമ്മുടെ അകത്തുള്ള മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധമാക്കുന്നത് ക്ഷമിക്കുന്നതിലൂടെയാണ്. മറ്റുള്ളവർ ക്ഷമിക്കുമ്പോൾ ഇതുപോലെ ഡെറ്റോളോ അല്ലെങ്കിൽ സ്പിരിറ്റൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നത് പോലെ നമ്മുടെ സോൾ പാർട്ട്, നമ്മുടെ വികാരങ്ങളും മനസ്സും ഹൃദയവും എല്ലാം ശുദ്ധമാകും. നമ്പർ 5, ഫോർഗിവ്നെസ് റിഫ്ലെക്ട്സ് ക്രൈസ്റ്റ് നേച്ചർ. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയാണ് ക്ഷമിക്കുന്നതിലൂടെ നമ്മൾ പ്രകടമാക്കുന്നത്. ലൂക്ക് 23:34, ലൂക്കോസിൻ്റെ സുവിശേഷം 23:34, ജീസസ് സെഡ്, ഫാദർ ഫോർഗിവ് ദം ഫോർ ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ. ആരോടാ? തൻ്റെ കൈകൾ ക്രൂശിൽ തറക്കുന്നവരോട്, മുൾക്കിരീടം വെച്ചവരോട്, തന്നെ കൊന്നവരോട്. കർത്താവെ, ഞാൻ ക്ഷമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റോമലേഖനം 5:8, Romans 5:8. But God demonstrates His own love for us in this: while we were still sinners, Christ died for us. ഇവിടെ പറയുന്നു, നോക്കൂ, ഇതിനാൽ നമ്മോടുള്ള ദൈവസ്നേഹം പ്രകടമാകുന്നു. എന്തിനാൽ? while we were still sinners, നാം പാപികളായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ ഒരു ഗുണമില്ല, ഒരു ക്വാളിറ്റി ഇല്ലാതെ ജീവിച്ച, ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിച്ചിരുന്ന കാലത്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഫോർഗിവ്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്, ഈസ് ഡിവൈൻ സ്ട്രെങ്ത്. ഈ ഫോർഗിവ്നെസ് എന്ന് പറയുന്ന ആരുടെയെങ്കിലുമൊക്കെ ബലഹീനതയല്ല. പുരുഷത്വം എന്ന് പറയുന്നത് അങ്ങനെയല്ല, പകരം വീട്ടണം എന്നൊക്കെ പറയുന്ന രീതികളുണ്ട്. അപ്പോൾ പാപക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദൗർബല്യമല്ല, ഇറ്റ് ഈസ് ഡിവൈൻ സ്ട്രെങ്ത്. അത് ദൈവികമായ ശക്തിയാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, ടു എർ ഈസ് ഹ്യൂമൻ ബട്ട് ഫോർഗിവ് ഈസ് ഡിവൈൻ. ഈ തെറ്റുകൾ വരുത്തുന്നത് മനുഷ്യ സഹജമാണ്. ഏത് മനുഷ്യനും തെറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. എന്നാൽ ക്ഷമിക്കുന്നത് ദൈവികമാണ്. ഇറ്റ് ഈസ് ഡിവൈൻ സ്ട്രെങ്ത്. 6ാമത്തെ കാര്യം, ഫോർഗിവ്നെസ് ബ്രിങ്സ് വിക്ടറി ഓവർ സൈറ്റൻ. പാപങ്ങൾ ക്ഷമിക്കുന്നതിലൂടെ, മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് സാത്താൻ്റെ മേൽ ജയം കിട്ടും. അതറിയാമോ? ദിസ് ഈസ് അമേസിങ്. 2 Corinthians 2:10-11. 2 Corinthians 2:10-11 വരെ വായിക്കുമ്പോൾ, എനിവൺ യു ഫോർഗീവ്, ഐ ഓൾസോ ഫോർഗീവ്, ഇൻ ഓർഡർ ദാറ്റ് സേറ്റൻ മൈറ്റ് നോട്ട് ഔട്ട്വിറ്റ് us. നിങ്ങൾ ആരോടൊക്കെ ക്ഷമിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. കാരണം സാത്താൻ ഒരു മുതലെടുപ്പ് നടത്തരുത്, ഓവർ സ്മാർട്ടാകരുത്. ഫോർ വി ആർ നോട്ട് അൺഅവെയർ ഓഫ് ഹിസ് സ്കീംസ്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. അൺഫോർഗിവ്നെസ് ഗിവ്സ് സേറ്റൻ എ ഫുട് ഹോൾഡ്. ഫോർഗിവ്നെസ് ഷട്ട്സ് ദ ഡോർ. ഈ ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ സാത്താന്
ഒരു എങ്ങനെയാണ് പറയേണ്ടത്, സാത്താന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരിടം നൽകുകയാണ്. ഫോർഗിവ്നെസ് ഷട്ട്സ് ദ ഡോർ. എന്നാൽ ക്ഷമിച്ചു കഴിയുമ്പോൾ ഡോർ ക്ലോസ് ആവും. സാത്താൻ അകത്തേക്ക് വരാനുള്ള ഒരു ഇൻറോഡാണ് ക്ഷമിക്കാതിരിക്കുക മറ്റുള്ളവരോട്. എന്നാൽ ക്ഷമിച്ചു കഴിഞ്ഞാലോ, ക്ഷമിക്കുന്ന സമയത്ത് ഉടൻ തന്നെ ആ വാതിലടച്ച് പിന്നെ പൈശാചിക ശക്തികൾ നമ്മുടെ വ്യക്തിത്വത്തിനകത്തേക്ക് പ്രവേശനമില്ല. സോ ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ആയുസ്സിനെ, നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ ഇപ്പോഴത്തെ വെൽഫെയറിനെല്ലാം ബാധിക്കുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരോട് ക്ഷമിക്കണം. കൈനീട്ടം. കർത്താവേ, എല്ലാവരോടും ക്ഷമിക്കാൻ ആവശ്യമായി ക്ഷമിക്കുന്നൊരു ഹൃദയം എല്ലാവരിലും അങ്ങ് പകരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കൃപ അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കൈനീട്ടി പിടിക്കാം. രോഗികളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ തുടങ്ങുന്നതെങ്കിലും എന്തോ ഈ പുകവലി പോലെയുള്ള ശീലങ്ങൾ, മദ്യപാനം പോലെയുള്ളത്, ഡ്രഗ് അഡിക്ഷൻ, ഇഞ്ചക്റ്റ് ചെയ്യുന്നത്, മണക്കുന്നത്, നാവിൻ്റെ അടിയിൽ വയ്ക്കുന്നത്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അഡിക്ഷൻസ് യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആവട്ടെ. അതിഭയങ്കരമായ എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാട്ടെ. ക്യാൻസർ മുതലുള്ള രോഗങ്ങൾ സൗഖ്യമാട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. കർത്താവേ, തിരുനാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. കർത്താവ് എല്ലാവരും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഈ നേരത്ത് കാണാം. ഈ വീഡിയോയുടെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ഫുൾ നോട്ട്സ് അങ്ങനെ എഴുതിയിട്ടുള്ളവർ ടൈപ്പ് ചെയ്തതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ദയവായി മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. സോ നമുക്ക് നാളെ രാവിലെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.